കൂടുതൽ അടുത്ത് ഇടപഴകുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നിമിഷത്തിൽ സാറിൻ്റെ ആ കാർക്കശ്യവും സൗമ്യമായിട്ടുള്ള സ്വഭാവവും ഒക്കെ എൻ്റെ ഉള്ളിൽ മായാതെ നിൽക്കുന്നുണ്ട്. സാറ് ഒരു കണക്ക് പ്രൊഫസറായിരുന്നു. ബോർഡിൽ ഓരോ പ്രോബ്ലവും എഴുതി സോൾവ് ചെയ്യുന്നത് വളരെ അതിശയത്തോടു കൂടെയൊക്കെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ കണക്കുപരമായിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ വളരെ വേഗത്തിൽ സാറ് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കണക്ക് പ്രൊഫസർ എന്നുള്ള നിലയിലുള്ള കാർക്കശ്യമാണ് ഞാൻ സാറിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ ആരെയും വേദനപ്പെടുത്തിയിരുന്ന ഒരു കാർക്കശ്യമല്ലായിരുന്നു, വളർത്തുവാനായിട്ടുള്ള ഒരു കാർക്കശ്യം ഞാൻ സാറിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൗമ്യനായിട്ട് ആണ് സാറ് എല്ലാവരോടും ഇടപഴകിയിട്ടുള്ളത്. സാറുമായിട്ട് ഒരിക്കലും പിണങ്ങേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ സാറിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതാണ്. സാറ് കണക്കിൻ്റെ പ്രോബ്ലം എല്ലാം സാറ് തന്നെ സോൾവ് ചെയ്യും. ബോർഡിലാണെങ്കിൽ അതുപോലൊക്കെ തന്നെ അങ്ങ് എഴുതി അങ്ങ് സോൾവ് ചെയ്യുന്നത്, വളരെ വേഗത്തിൽ സോൾവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലെയും പ്രോബ്ലങ്ങൾ ഒക്കെ സാറ് ആരോടും തന്നെ വളരെ അധികമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. സ്വയം സോൾവ് ചെയ്യുവാനായിട്ട് പരിശ്രമിച്ച് കടന്നുപോയ ഒരു വ്യക്തി. ആരും അറിയരുത് എന്ന് ഉള്ളിൽ തന്നെ ഒരു ശാഠ്യമുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട് സാറിൻ്റെ ജീവിതത്തിൽ നിന്ന്. ഈ നിമിഷത്തിൽ സാറിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന സാറിൻ്റെ ബന്ധുമിത്രാദികൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ അജിയച്ഛന് ഒക്കെ എൻ്റെയും ഞങ്ങളുടെ പ്രോവിൻസിൻ്റെയും പേരിൽ അനുശോചനം അറിയിച്ചു കൊള്ളുന്നു. സാറ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും സർവശക്തനായ ദൈവം ക്ഷമിച്ച് ദൈവദൂതരോടൊപ്പം ദൈവത്തെ പാടിസ്തുതിക്കുവാനായിട്ടുള്ള ആ വലിയ അനുഗ്രഹം സാറിന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുറ്റങ്ങൾ നമുക്ക് ഓർക്കാം. മനസ്സ് വെച്ചുകൊണ്ട് പരിശുദ്ധവും പരിപാലനവുമായ ബലി അർപ്പിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശ്രമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ പുത്രൻ മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്യുന്ന വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേ പുത്രനിൽ നിന്നിട്ട് പ്രാപിച്ച എൻ്റെ പപ്പ
ഈ ദിവസത്താൽ അവിടുന്ന് വഴി ഉദ്ധാനം ചെയ്ത് നിത്യാനന്ദം അനുഭവിക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടൊത്ത് ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്കുറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുന്നിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളോട് കൂടെ. ഈ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക്
സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് അങ്ങേക്ക് സ്തുതി. സ്തുതി. കഥനം നിറയും കരളോടെ കണ്ണീർ തുളുമ്പും മിഴിയോടെ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളും സ്നേഹിച്ചോരാത്മാവിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. ഈ ബലി വസ്തുക്കൾ സ്വീകരിക്കൂ. നിത്യ സൗഭാഗ്യത്തിൻ ഉന്നത പീഠങ്ങൾ കർത്താവേ നിത്യസൗഭാഗ്യത്തിൻ ഉന്നത പീഠങ്ങൾ കർത്താവേ ഇയാൾക്കേകണമേ. കാൽവരി മലയിലെ യാഗമായി മാറ്റുക ഞങ്ങളെ അർപ്പിക്കും ദിവ്യബലി. കാൽവരി മലയിലെ യാഗമായി മാറ്റുക ഞങ്ങളിന്നർപ്പിക്കും ദിവ്യബലി. ഈ ബലി വസ്തുക്കൾ സ്വീകരിക്കൂ. കഥനം നിറയും കരളോടെ സഹോദരേ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായി ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേയും അങ്ങേ സ്നേഹത്തിൻ്റെയും അടയാളത്തിൻ്റെയും പൈതൃകമായ ഈ ജീവിതത്തിൽ ഞങ്ങളിന്ന് വേർപിരിഞ്ഞു പോയ എൻ്റെ പപ്പായെ അങ്ങയുടെ സ്നേഹത്തിൽ എന്നും നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ മുഖാമുഖം ദർശിക്കുവാനായിട്ടുള്ള എല്ലാ കൃപയും എൻ്റെ പപ്പായ്ക്ക് നൽകുമാറാകണമേ. കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെയും ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേയും പരിശുദ്ധനായ പിതാവേയും സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ ഞങ്ങളെല്ലാവരും മരിക്കാതിരിക്കുവാൻ ഒരാൾ തന്നെ മരിക്കുവാൻ കൈവരിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കുവാൻ ഒരാൾ തന്നെ മരിക്കാൻ അങ്ങ് തിരുമനസ്സായി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ
തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് അങ്ങേ അഭിരാമം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മാഹിയും നിണ്ടലവും ഹോസാന 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 ഹോസാന. ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന 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 ഹോസാന. ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുപെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേയും അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ടും അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും
അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ പോൾ ആൻ്റണി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസൻ ജെറോമിനെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇയാളെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്കും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ പരിശുദ്ധമായ ഈ ആത്മാവിനെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, വൈദികർ, പിതാവ്, എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടെ രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യദിവസ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള പാരിലും ആയിടണം. അന്നു വേണ്ടുന്നോരാകാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം ക്ഷമിക്കാം. പാവപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിമാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചും ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവരുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു.
അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചു കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കരയണമേ. എന്നാൽ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. ലോകത്തിൻ പാവങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളിൽ നിൽക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പരമസ്നേഹരൂപനേ, കരുണതൻ കടലേ, അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. പരമസ്നേഹരൂപനേ, കരുണതൻ കടലേ, അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. പാരിലെന്നെ ഉയർത്തിടും കുരിശതെന്നാലും, പാരിലെന്നെ ഉയർത്തിടും കുരിശതെന്നാലും, ഉയരുമെന്നതരങ്ങളിൽ
കരുണലൊളിവിൽ മായവേ ഇരുൾ പരക്കുമ്പോ പഥികനാം ഞാൻ ശിലയത്തിൽ മരുവിടുമ്പോഴും എനിക്കിനാവിലുമങ്ങു തൻ അരികിലണയും എനിക്കിനാവിലുമങ്ങുതൻ അരികിലണയും ഞാൻ പരമസ്നേഹരൂപനേ കരുണത്തൻ കടലേ അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനീണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഡകളേ എന്നെ സുധീരയാക്കണമേ. നന്മതൻ നിറക്കുടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണം വന്നണയുമ്പോ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരുസവിധം പൂകാ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമുന്നാ നിന്നെ സതതം വാഴ്ത്തിടുവാൻ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദര വൈദികൻ അജിയച്ചൻ്റെ പിതാവിൻ്റെ വേർപാടിൽ ഇടവകയുടെ അനുശോചനം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും അജിയച്ചനും നേരുകയാണ്. പരേതൻ്റെ 7ൻ്റെ ആത്മശാന്തി കുർബാന 25-ാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് ഈ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ഇതൊരറിയിപ്പായി സ്വീകരിച്ച്
പരേതൻ്റെ ആത്മശാന്തി കുർബാനയിൽ എല്ലാവരും പങ്കുചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയം എല്ലാവർക്കും നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടുകൂടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന കൊല്ലം രൂപത മെത്രാനും എല്ലാവിധമായ നന്മകളും പ്രാർത്ഥനകളും നമ്മുടെ രൂപതയിൽ നമ്മുടെ ഈ കർമ്മത്തിൽ പങ്കുചേരുന്നതിൽ എല്ലാവിധമായ സന്തോഷവും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. അതോടുകൂടെ ഈ ദിവസം ഉണ്ടായിരുന്ന പുനലൂർ മെത്രാനും എല്ലാവർക്കും പുനലൂർ രൂപതയിൽ ഉണ്ടായിരുന്ന എല്ലാ വൈദികർക്കും എല്ലാവർക്കും എൻ്റെ പപ്പായുടെ അന്ത്യകർമ്മത്തിൽ ഒപ്പം ഈ ബലിയിൽ പങ്കുചേർന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സിസ്റ്റേഴ്സിനെ ഓർക്കുന്നു, ബന്ധുക്കളെ ഓർക്കുന്നു. എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇനിയും പപ്പായ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ ദിവസം എന്നോടുകൂടെ ഉണ്ടായിരുന്ന പ്രത്യേകമായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റീവൻ അച്ഛനെ ഓർക്കുന്നു. അതോടൊപ്പം എൻ്റെ കൂടെയായിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ബാച്ചിൽ ജോണിയാസത്തിനെ ഓർക്കുന്നു. അതോടൊപ്പം എല്ലാ അച്ഛന്മാരെയും, നമ്മുടെ കോൺഗ്രിഗേഷനിലെ എല്ലാ അച്ഛന്മാരെയും പ്രത്യേകമായിട്ട് എന്നെ വിളിച്ച് പ്രൊഫഷണൽ അച്ഛനെയും എല്ലാവരെയും ഓർക്കുന്നു. പിതാക്കന്മാരെ എല്ലാവരെയും പലരും വിളിച്ചു, പ്രാർത്ഥിച്ചു, കുടുംബത്തിൽ വന്നു, പപ്പയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. ഒപ്പം ഈ ബലിയിൽ പപ്പ ആയിരുന്ന സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന അച്ഛന്മാരും അവരെല്ലാവരെയും ഓർക്കുന്നു. അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ സേവനം ചെയ്യുന്ന കാറോടുന്ന് വന്ന ദേവാലയത്തിന് വന്ന എല്ലാവരെയും ഓർക്കുകയും അവരിന്നലെയും വന്നു, ഇന്നും വന്നു, അവരെല്ലാവരും ഓർക്കുന്നു. കാറോട്, വെൺകുളം, ഇവരെല്ലാവരെയും ഓർക്കുന്നു. അതുപോലെ തന്നെ വയല ഇടവകയിൽ നിന്ന് വന്ന വയല അച്ഛന്മാരെ ഓർക്കുന്നു. പുനലൂർ രൂപതയിലെ എല്ലാ അച്ഛന്മാരെയും ഓർക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായിട്ട് എൻ്റെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങൾ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്ന സമയത്തിൽ ശുശ്രൂഷിച്ച എൻ്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി എല്ലാം ചെയ്ത എല്ലാവരെയും ഓർക്കുകയും എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേയും ഈ ലോകത്തു നിന്നും യാത്രയായ എൻ്റെ പപ്പായെയും ഈ ബലിയാൽ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുകയും മോചിപ്പിക്കുകയും ചെയ്ത ഉദ്ധാനത്തിൻ്റെ സത്യസന്തോഷം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ക്രിസ്തീയ മുറ പ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവജാലങ്ങളുടെയും നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരൻ്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോടെ ഉയർപ്പിച്ച് വിശുദ്ധ സമൂഹത്തിൽ ചേർത്തിരട്ടെ.
അവിടുന്ന് ഈ സഹോദരനെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ലയിടയനായ ക്രിസ്തുനാഥൻ ഇദ്ദേഹത്തെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥൻ്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം ഈ സഹോദരന് കൈവരുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ധന്യവിശുദ്ധന്മാരെ രക്ഷണമിയാൾക്കു നൽകാം. വരുവിൻ മാനവവൃന്ദമിയാളെ എതിരേൽപ്പാനതി മോദം. വഹിക്കുവിൻ കരത്താരിണിയാളുടെ ആത്മാവിനെ നിങ്ങൾ പരമോന്നതനായ കർത്താവിൻ തിരുസന്നിധി ചേർത്തിടുവിൻ. സന്നിധി ചേർത്തിടുവിൻ. നിന്നെ വിളിച്ചു മിശിഹാനാഥൻ തന്നുടെ സവിധം കൈക്കൊള്ളണമേ രക്ഷകനീശൻ തൻ തിരുകൃപയതിനാലേ. തൻ തിരുകൃപയതിനാലേ. പൂർവ്വപിതാവാം അബ്രാമിന്നുടെ മടിയിൽ നിന്നെ അണയ്ക്കാം. മാലാഖമാർ നിരനിരയായി ആഗതരായിടട്ടെ. ആഗതരായിടട്ടെ. നിത്യമതാം വിശ്രാന്തി കൽപ്പിച്ചരുളണമേ. നാഥാനിത്യ വെളിച്ചമിയാളിൻ ശോഭിതമാക്കണമേ. ശോഭിതമാക്കണമേ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഈ സഹോദരൻ്റെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഈ ആളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങേ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരമായുള്ള സംസർഗത്തിൻ്റെയും അടയാളമായി ഈ ദാസനിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസന് സ്വർഗ കവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസവചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയരുളയണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തിലെത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ.
പറുദീസ തന്നിലെ ആനയിച്ചിടുവാൻ ആഗതരാകട്ടെ സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികൾ അണഞ്ഞിടട്ടെ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികൾ അണഞ്ഞിടട്ടെ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും ജെറുസലേമിൽ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതം ഓതിടട്ടെ. വാനവഗായകവൃന്ദം നിനക്കായി സാദരം സ്വാഗതമോതിടട്ടെ. സ്വർഗ സൗഭാഗ്യ പൊലിമയിൽ മേവുമ ലാസരീനോടൊത്ത്